വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഷോപ്പിലേക്ക് വന്നിരിക്കുന്നത് ഇത് കുറേ കാലത്തിന് ശേഷം വന്നതാണ്. നടന്നു വന്നപ്പോൾ ആണെങ്കിൽ പൂരം മഴ, ഒടുക്കത്തെ മഴയൊക്കെ നോക്കിയേ. പൂരം മഴ ചെയ്തോണ്ടിരിക്കണ്ട. കൂടെ നമ്മളെ ബ്രിസ്ക്കറ്റിന്റെ ഓണർ ഉണ്ട് കേട്ടോ, ദർവേഷ്. ഹലോ പറയും. ഹലോ. എങ്ങനെയുണ്ട് ഇന്നത്തെ മഴയൊക്കെ? നല്ല മഴയാണ്, നല്ല ക്ലൈമറ്റ് ആണ്. കുറച്ച് നേരം മുന്നേ നല്ല വെയിലുണ്ടായിരുന്നു, ഇപ്പൊ നല്ല മഴയായി. കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വെയിലുണ്ടാവും. ഒരു രക്ഷയില്ലാത്ത മഴ കേട്ടോ. അത് നോക്കിയ ശോഭ സിറ്റി ആദ്യമായിട്ട് നടന്നു വന്ന് കാണാൻ വന്നതാണ്. ഒരു രക്ഷയില്ലാത്ത വൃത്തിയായിട്ട മഴ, ഒന്നും പറയില്ല. ഞങ്ങൾ നൈസായിട്ട് ഇവിടെ മരത്തിൻ്റെ അടിയിൽ മഴ കുറയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. വേറെ ദുരുദ്ദേശങ്ങളൊന്നുമില്ല. ജസ്റ്റ് മരത്തിൻ്റെ അടിയിൽ നിൽക്കുക. അവിടെ ചങ്കൊക്കെ ഉണ്ട്, ബാക്കിൽ നല്ല പാടുണ്ട്, ചളിയുണ്ട്. എന്തായാലും മൊത്തത്തിലൊരു ചളിഞ്ഞ ദിവസമായി കേട്ടാ. വഴിയിലൂടെ നല്ല മരങ്ങളൊക്കെ ഉള്ള വഴിയിലൂടെ നനഞ്ഞ് പിണ്ടിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് നേരത്താണ് അവ വണ്ടി ഇല്ലാണ്ട് ഒരു വൈബിന് വേണ്ടിയിട്ട് ബസ്സിന് വരാൻ തോന്നിയത്. ഇന്ന് ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ നടക്കണ 2 ദിവസമായിട്ട് ഞാൻ ഇതിനെ മറ്റേ നടക്കണതിനെ കുറിച്ചിട്ട് ഓടണതിനെ കുറിച്ചിട്ടൊക്കെ നല്ല അതിൻ്റെ ബെനിഫിറ്റുകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട് നടക്കാൻ? കുറേ കാലത്തിന് നടന്നപ്പോൾ എങ്ങനെയുണ്ട്? നടക്കാറേയില്ല തീരെ, ഫുള്ള് വണ്ടിമേലാണ്. ഇപ്പോൾ നടക്കുമ്പോൾ മഴയകാരം കുഴപ്പമില്ല, എന്നാലും ചെറിയൊരു കിതപ്പ്. ചെറിയ കിതപ്പൊന്നുമില്ല, മഴ ആയതുകൊണ്ട് അറിയാണ്ടാണ്. ഇപ്പോൾ ഈ പതുക്കെ ഇങ്ങനെ മന്ദം നടന്നു പോകണ കാരണം കിതപ്പ് അറിയണില്ല. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ശരിക്കും നടന്ന് വന്നതെന്ന്. പക്ഷേ മഴ പെയ്തപ്പോൾ മൂഞ്ചിപ്പോയി. ഇപ്പോൾ എന്തായാലും മഴ കഴിഞ്ഞിട്ട് സ്പീഡിൽ നടക്കാൻ എൻ്റെ വീഡിയോ കാണിച്ചു തരാം. അങ്ങനെ നൈസായിട്ട് ഇവിടെ ഷോപ്പയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല മൊത്തത്തിലൊരു ക്ലൗഡി കാലാവസ്ഥ. കുട കൂടിയിട്ട് ഷൂട്ട് ചെയ്യാനും പറ്റില്ല. എങ്ങനെയാണ് സന്തോഷ് ചോർച്ചകളങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യണത്? കമോൺ ദർവേഷ് കയറ്. അങ്ങനെ ഓട്ടോമാറ്റിക് ഇട്ട് തുറന്നു വാ. ടു സൗണ്ട് പോയോ? സൗണ്ട് വന്നു. ഈ സൈഡിനുള്ളിൽ കയറിയണ്ടേ. എപ്പോൾ വന്നു കഴിഞ്ഞാലും ഒടുക്കത്തെ മെയിൻ്റെനൻസ് ആണ്. മെയിൻ്റെനൊക്കെ പക്കായിട്ട് ചെയ്ത് വെച്ചോളും. നല്ല ക്ലീനിങ് ആയിരിക്കും. നമ്മൾ വന്നിട്ടാണ് ഇവിടെ വൃത്തിയാടാക്കണത്. മെയിൻ്റെനൻസിൻ്റെ എന്തോ ആരോ നിൽക്കുന്നുണ്ട് കേട്ടോ. ആരാണാവോ? ആരോ ഒരാൾ നല്ല സ്റ്റൈലിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ഒരു 10 കൊല്ലം മുന്നേ ഈ സാധനത്തിമ കയറിയത്. ഇതിമ കയറുമ്പോഴൊക്കെ ആദ്യം പേടിയായിരുന്നു. അയ്യോ കുഴപ്പമില്ല, സെറ്റാണ്. 10 കൊല്ലം മുന്നെയാണ് ഞാൻ ആദ്യമായിട്ട് കയറിയത്. ഞാൻ ആദ്യമായിട്ട് കയറിയത് 10 കൊല്ലത്തിന് ശേഷം. ശേഷമല്ല, 10 കൊല്ലത്തിൽ. ഇവിടെ ഇടക്കിടക്ക് വരണാണ്. അങ്ങനെ നൈസായിട്ട് ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഓർഡർ ചെയ്യാൻ പോണത്? നമുക്ക് അവിടെ ചെന്ന് എല്ലാവരും ചെയ്യുന്ന ബിരിയാണി അല്ല, വെറൈറ്റി ആയിട്ടുള്ള ഏതെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യാം. അതെ, വെറൈറ്റി ആയിട്ട് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണ ആ സാധനത്തിൻ്റെ പേരെന്താ? ബർഗർ സ്പേസ് കഴിക്കാൻ പോട്. 2 ആൾക്കാർ. അപ്പോൾ സിംഗിളായതുകൊണ്ട് കപ്പിൾ കോംബോ ഓർഡർ ചെയ്തിട്ടുണ്ട്. 2 കപ്പിൾസ്. ഞങ്ങൾ കപ്പിൾസ് അല്ല, പക്ഷേ ഞങ്ങൾ കപ്പിൾ കോംബോ മാത്രമേ ഓർഡർ ചെയ്യാറുള്ളൂ. ബർഗർ ഓർഡർ ചെയ്തപ്പോൾ ഈ ടി എന്ന് അടിക്കണ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് അടിച്ച് കഴിഞ്ഞാൽ ടി അടിച്ച് കഴിഞ്ഞാൽ പോയിട്ട് സാധനം എടുക്കാൻ പറ്റും. കണ്ട സാധനം അടിക്കണണ്ട, ടി എന്നിട്ട് അടിക്കണില്ലേ? ചക്ക നമ്മുടെ സാധനമായിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ ഓർഡർ ചെയ്തുള്ളത്? എന്താ ലോഡർ റൈസ് ഉണ്ട്, 2 കപ്പിൾ കോംബോ ബർഗർ ഉണ്ട്, പിന്നെ നമ്മുടെ ഇതെന്തത് ക്ലബ് സാൻഡ്വിച്ചും ഉണ്ട്. നമ്മുടെ റോയൽ കപ്പിൾ കോംബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പാറ്റി ഉണ്ടാവും. ക്ലാസിക് കോംബോ ആണെങ്കിൽ 1 പാറ്റി ഉണ്ടാവുള്ളൂ. നമ്മളെ വായ പിന്നെ വലുതായതുകൊണ്ട് 2 ഇത് വേണം. 2 പാറ്റി ഉണ്ടെങ്കിലേ കാര്യം നടക്കുള്ളൂ. ആദ്യം നമ്മുടെ സാധനം ക്ലബ് സാൻഡ്വിച്ച്. ഇതിൽ 4 കഷ്ണം ബണ്ണും പിന്നെ 4 കഷ്ണം ബ്രെഡും പിന്നെ ചെറിയൊരു പീസ് ഇതും ബീഫിൻ്റെ കേട്ടോ. അല്ല ചിക്കനല്ലേ, ബീഫാണ്. കുഴപ്പമില്ല. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ ജിമ്മായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ജിമ്മിനൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കാൻ പാടുണ്ടാന്ന് ചോദിക്കുന്നുണ്ട്. ഇടക്കൊക്കെ ഒന്ന് കഴിച്ചോ, ഇല്ലെങ്കിൽ മനുഷ്യൻ ചത്തുവും അല്ലേ? പക്ഷേ ഇടക്ക് കഴിച്ച് നമ്മൾ വലിയ കോമ്പറ്റീഷൻ ഇറങ്ങുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ. ജസ്റ്റ് ഇതല്ലേ, എന്താ ലൈഫ് സ്റ്റൈലൊക്കെ ആയിട്ട് ചെയ്യണതല്ലേ. അപ്പോൾ കോമ്പറ്റീഷനൊന്നും ഇറങ്ങണില്ലെങ്കിൽ ഇതൊക്കെ കഴിച്ച് ജീവിക്കാൻ അതിന് വലിയ വിഷയങ്ങളൊന്നുമില്ല. ഈ ചെറിയ കടിയൊന്നും കഴിക്കണമെങ്കിൽ വലിയ താല്പര്യമില്ല. എനിക്ക് ഫുള്ളായിട്ട് വായിൽ വിഴുങ്ങാനാണ് ഇഷ്ടം. ബർഗർ ഒറ്റ കൈ കൊണ്ട് എങ്ങനെ കഴിക്കുക എന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പം മുഖത്തൊക്കെ പോവും. എനിക്ക് ഈ കടലാസ് വെച്ചിട്ട് കഴിക്കണ ഇഷ്ടമല്ല. ഇതങ്ങനെ എടുക്കുക, തൊട്ടെടുക്കുക. ഒരു മഞ്ഞ കളർ കേട്ടാ, ബണ്ണല്ല മഞ്ഞ കളറ്. തെറ്റ് സാധനം. നമുക്ക് ലോഡർ ഫ്രൈ അല്ല ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒരെണ്ണമായിട്ട് കഴിച്ചിട്ട് സമയം കളയാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു 3 എണ്ണമൊക്കെ എടുത്തിട്ട് കഴിക്കാറുള്ളൂ. 3 എണ്ണം നൈസായിട്ട് മുക്കുക, അത് ഓടിച്ച് വലിച്ചതറോ കേട്ടാ. ഒരെണ്ണമായിട്ട് നമുക്ക് കഴിക്കണത് വലിയ താല്പര്യമില്ല. നമ്മൾ 3 എണ്ണമൊക്കെ കഴിക്കാറുള്ളൂ. ഇഷ്ടമായ സാധനം ബൈക്കിൻ്റെ കേട്ടോ, അതുകൊണ്ടാണ് ചെക്ക ഒന്നും പറയാത്തത്. മൊത്തത്തിലൊരു അവിയൽ പരിവായിട്ടുണ്ട് കേട്ടോ.
എടുക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. 2 കടി അടിക്കുമ്പോഴേക്ക് ഈ ലെവലായിട്ടുണ്ട്. ഇതിൽ എൻ്റെ ചങ്കിന് തീരെ ഇഷ്ടമുള്ളതൊരു കാര്യമാണ് ഇതിൽ ഓംലേറ്റ് വെച്ചേരില്ല. അവനക്ക് ഈ കോഴിമുട്ട വലിയ താല്പര്യമില്ല. ബീഫിൽ ഡബിൾ ഓംലേറ്റ് വെച്ചെന്നുണ്ട്. ബീഫ് ബർഗറിൽ അല്ല ചിക്കൻ ബർഗറിൽ 2 ഡബിൾ ഓംലേറ്റ് വെച്ചാൽ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അങ്ങനെ നൈസായിട്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, ഒന്നും ബാക്കിയില്ല. ആകെ 2-3 ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. അത് ഞാൻ ചക്കന് കൊടുക്കണില്ല, ഞാൻ തന്നെ അടിച്ച് മാറ്റി കഴിക്കണം. ഞാനെടുത്ത് നൈസായിട്ട് ലൈക്കിൻ്റെ അവിടെ വന്നിരിക്കണം കേട്ടോ. അതൊരു ഞങ്ങൾ ലൈക്കിൻ്റെ അടുത്ത് അല്ല എല്ലാ പ്രാവശ്യവും വന്നിട്ട് പോകുമ്പോൾ ലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്തിട്ടാണ് പോവാറ്. അതുപോലെ ഇപ്രാവശ്യം ഈ വീഡിയോ എൻ്റെ ഇതിന് മുന്നേ ലേക്ക് കണ്ടിട്ട് പോകുന്നുണ്ട്. ലൈക്കിൻ്റെ അവിടെ വന്നിട്ട് ഐസ്ക്രീം കഴിക്കാറുണ്ട്. പക്ഷേ വയറ് നിറഞ്ഞ കാരണം നമ്മളെ ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എത്ര രൂപ? ഏകദേശം 34. നൈസ് സാധനം, കുഴപ്പമില്ല. സെറ്റ് കാണാൻ ഇഷ്ടമായിട്ടാ. പക്ഷേ എന്നാലും ഇഷ്ടമായി. നൈസായിട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി സിനിമക്ക് പോകാണ്ട് അല്ല ഇത് ഓല സർവീസിന് കൊടുത്തിട്ടുണ്ട്, അത് കിട്ടണം. പിന്നെന്താ പിന്നെ സിനിമക്ക് പോകണം, കൂലിക്ക് പോകണം. നമ്മൾ പിന്നെ മിക്ക സിനിമയും തന്നെ നമ്മുടെ ചെക്കെ കുറേ കഥ വേണ്ട. മിക്ക പടം നമ്മൾ ഫസ്റ്റ് ഡേക്ക് തന്നെ പോവും. അല്ല ഫസ്റ്റ് ഡേക്ക് ചിലതൊക്കെ പോകാറുള്ളൂ. അപ്പോൾ ഈ വീഡിയോ പോവല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബാക്കി ഞങ്ങൾ കാണാം. ബൈ.